അടുത്തിടെയായി സംസ്ഥാനത്താകെ തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. ജനവാസ മേഖലകളിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. വേനൽക്കാലം ഇങ്ങെത്തിയില്ല എങ്കിലും സംസ്ഥാനത്തൊട്ടാകെ അടിക്കടി തീപിടുത്തം രൂക്ഷമാകുകയാണ്. ജനവാസ മേഖലയിലാണ് ഏറ്റവും അധികം ഈ ദുരന്തം സംഭവിക്കുന്നത്. ഇതിന് പിന്നിലെ കാരണം എന്താണ്? എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? ഒന്ന് നോക്കാം. എല്ലാം കൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ സംഭവിച്ചു. ഒരു കടയ്ക്കാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം, ഫുള്ളായിട്ട് കത്തിപ്പോയി. തീപിടുത്തം രണ്ട് തരത്തിൽ സംഭവിക്കാം. മനുഷ്യനിർമ്മിതമായും മറ്റൊന്ന് ഈ കെമിക്കൽ റിയാക്ഷനുകളിലൂടെ. മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് സംസ്കരിക്കാതിരിക്കുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും അത് പിന്നീട് തീ പടരുകയും ചെയ്യാനായിട്ടൊരു സാഹചര്യം ഒരുക്കുന്നു. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇക്കാര്യമൊക്കെയും ശ്രദ്ധിക്കേണ്ടത്. മാത്രമല്ല, മാലിന്യങ്ങൾ കൃത്യമായി തരംതിരിച്ച് കൃത്യസമയത്ത് തന്നെ സംസ്കരിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും ആദ്യം ചെയ്യാൻ സാധിക്കുന്ന മുൻകരുതൽ. പ്രധാനമായിട്ടും വേസ്റ്റ് ഡംപ് ചെയ്യുമ്പോൾ അതിനകത്ത് ആഹാര പദാർത്ഥങ്ങളുണ്ടെങ്കിൽ മെത്തനോജനിക് ബാക്ടീരിയ അത് എനർജി, അതിൽ പറയുന്ന മെത്തനോൾ എന്ന് പറയുന്നൊരു ഗ്യാസ് പുറപ്പെടു ചെയ്യും. മീഥേൻ ഗ്യാസ് തീ സൃഷ്ടിക്കാൻ കാരണമാകുന്നു. അത് സൂര്യപ്രകാശമേറ്റ് ഹീറ്റ് പകരുകയും ഇത് സ്വയം കത്തുകയും ചെയ്യുന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നു. ബ്രഹ്മപുരം പോലെയുള്ള അപകടങ്ങളിൽ അതായിരുന്നു കാരണം. എന്നാൽ ഇത് ചെറിയ ചെറിയ വേസ്റ്റ് കൂനകളിൽ അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ മനുഷ്യരുടെ ഇടപെടൽ മൂലം അബദ്ധത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയ വേസ്റ്റ് കൂനകളായതുകൊണ്ട് അത് കത്തിച്ച് കളയുന്നതായിരിക്കാം. അപ്പം അത്തരം മനുഷ്യനിർമ്മിത അപകടങ്ങളാണ് ഏറെയും ഈ വേസ്റ്റിന് തീപിടിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷത്തെ സംഭവം പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും അധികം തീപിടുത്തമുണ്ടായത് ആക്രി കടകൾക്കാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ താഴെയുള്ള കടകൾക്ക് ഫയർ ലൈസൻസോ NOCയോ എടുക്കേണ്ടതില്ല. പക്ഷേ അവർ മുൻകരുതലുകൾ സ്വീകരിക്കണം. പെട്ടെന്നൊരു തീപിടുത്തമുണ്ടായാൽ അത് തടയാനാവശ്യമായ സാധന സാമഗ്രികൾ ഉണ്ടാവണം. ഇത് ഫയർഫോഴ്സ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കി തുടങ്ങി. പുലർച്ചെ 1 മണിയോടെയാണ് എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള ആക്രി ഗോഡൌണിൽ തീപിടുത്തമുണ്ടായത്. സിലിണ്ടറുകൾ പൊട്ടുന്ന ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടുകാർ ഉണർന്നതാണ് രക്ഷയായത്. പിന്നീട് രണ്ടാമത് ഏതെങ്കിലും സ്ഥലത്ത് ഈ മാലിന്യ കൂമ്പാരങ്ങൾ ഉണ്ടെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കൃത്യമായിട്ട് അത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനെ അവരെ അനുവദിക്കുക. പിന്നെ സെഗ്രിഗേറ്റ് ചെയ്യുക, ഇത് വേർതിരിച്ച് തന്നെ അത് വെക്കുക. പ്ലാസ്റ്റിക് അതിൻ്റേതായ രീതിയിലും സ്വീകരിക്കുന്നുണ്ട്. അതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ദയവേത് ആരും ഇത് തീയിടാതിരിക്കുക. തീയിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാവും. നമുക്കൊക്കെ ശ്വാസകോശ സംബന്ധമായ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് ഇല്ലീഗലാണ്. അതിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള നിയമങ്ങളിൽ വ്യവസ്ഥയുണ്ട്. അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളും ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എല്ലാവരും പിന്തിരിഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിന് വേണ്ടി എനിക്ക് പറയാനുള്ളത്. ദുരന്തമുണ്ടാവാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കേണ്ടത് ബന്ധപ്പെട്ട വകുപ്പല്ല, അത് പൊതുജനങ്ങളുടെയും കൂടി കൂട്ടുത്തരവാദിത്തമാണ്. ക്യാമറമാൻ ശരത്തുമാട്ടുകാവനും വിനോദ് തോമസിനുമൊപ്പം സ്നേഹാമോലൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.